ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കനാണ്. അതിന് വേണ്ടി നമ്മൾ കുറച്ച് ചിക്കൻ, അതിലേക്ക് ആവശ്യമായിട്ട് ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി, ഉപ്പ്, ലെമൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ മുളക് പൊടി ഇടാം. അപ്പോൾ കുറച്ച് എടുത്താൽ മതി, നല്ല എരിവുണ്ടാവുമല്ലോ. അപ്പം ഒരു അരമണിക്കൂർ മസാല പുരട്ടി വെച്ചതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. പാൻ വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ കുക്കാണ് സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ചുകൂടി ബട്ടർ ഒഴിച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് ബട്ടറിൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ കുറച്ച് ഒലിവ് ഓയിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. വെല്ലുള്ളി ഒന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂസ് ഒരു 20 എണ്ണം ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഇട്ട് കൊടുക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഇതാ തക്കാളി ഒരു 3 എണ്ണം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചച്ചോയ മാറുന്ന വരെ നമ്മളൊന്ന് വാട്ടിയെടുക്കുക, ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കും. ഇനി ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 കപ്പ് ചൂടുവെള്ളം, പിന്നെ 1/2 ടീസ്പൂൺ വിനേഗർ ഒഴിച്ചു കൊടുക്കാം. ഇട്ടെടുക്കാം. എന്നിട്ട് അടിച്ചു വെച്ചിട്ട് സിമ്മിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മസാല അവിടെ ചൂടാറാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോഴേക്കും നമുക്ക് ഫ്രഷ് ക്രീം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫ്രഷ് ക്രീം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാലും മതി. ഞാനിവിടെ ഉണ്ടാക്കലാണ്. ഞാനിവിടെ ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് പാലെടുക്കും. അതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര, പിന്നെ 1 ടീസ്പൂണ് കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം ഇങ്ങനെ ചൂടാക്കി വരുമ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ അതേപോലെ തിക്കായിട്ട് വരും. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ചൂടാറാൻ വെക്കാം. ഗ്രേവി മസാല അരച്ചെടുത്തതിന് അരിച്ചെടുത്ത് കൊണ്ടിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കാം. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിന് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. മിക്സിയിൽ ഒന്നിട്ട് അടിച്ചെടുത്തോണ്ട് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം.
ലാസ്റ്റായിട്ട് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ബട്ടർ ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.